ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അതുപോലെ തന്നെ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസം എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വഴിയെ പറയാം. അപ്പോൾ ദച്ചു രാവിലെ MSPയിലോട്ട് പോകാൻ റെഡിയാവുകയാണ് കേട്ടോ. നമ്മളുടെ സ്കൂളിൽ നിന്ന് സെൻറ്റ് ജമാസിൽ നിന്ന് അങ്ങോട്ട് പരേഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഫ്രണ്ട്സൊക്കെ വരും. അപ്പോൾ ആദ്യമായിട്ടാണ് ദച്ചുവിനെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിടുന്നത് കൂട്ടുകാരുടെയൊക്കെ കൂടെ കേട്ടോ. ഞാൻ വിചാരിച്ച് പോട്ടെ, നമ്മളും നമ്മുടെ ചെറിയ പ്രായത്തിലൊക്കെ ഇങ്ങനെ അല്ലായിരുന്നോ, ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ അല്ലേ പോകുന്നത്. അപ്പോൾ പോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ദൈവം പെട്ടെന്ന് റെഡിയായി. അതിനിടയ്ക്ക് ഓരോരുത്തരെയൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. മുടിയൊക്കെ ഞാൻ കെട്ടി കൊടുത്തിട്ടുണ്ട്. സാധാരണ സ്വന്തമായിട്ടാണ് ആൾ മുടിയൊക്കെ കെട്ടാറ്. പക്ഷേ എന്തോ ഇപ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ അവൾ റെഡിയായിട്ട് പോകാനായിട്ട് ഇറങ്ങി. രാവിലെ നല്ല മഞ്ഞുണ്ടായിരുന്നു. രാത്രി നല്ല മഴയൊക്കെ പെയ്തതുകൊണ്ട് രാവിലെ അത്യാവശ്യം മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദച്ചു റെഡിയായിട്ട് പോവാണ്. അവൾ പോകുമ്പോൾ എനിക്ക് ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും എല്ലാവരും കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ടൊരു സമാധാനം. അങ്ങനെ ഒരു 10 മണിയായപ്പോൾ എല്ലാം കഴിഞ്ഞ് എല്ലാ ഗ്യാങ്ങും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ യൂണിഫോം ഇട്ടിരിക്കുന്ന 2 പേര്, അനുവും പുണ്യ, അവർ പരേഡിനുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അവർ വന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ കിട്ടിയിട്ടുണ്ട്. 2026 മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് രഞ്ജോണൻ അർഹനായിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. അപ്പം ഇനി ഇത് കൊടുക്കുന്നത് അടുത്ത ജനുവരി 26 റിപ്പബ്ലിക് ഡേയുടെ അന്ന് തിരുവനന്തപുരത്ത് വെച്ചിട്ടായിരിക്കും ഇത് കൊടുക്കുന്നത്. അപ്പോൾ പിള്ളേർക്കെല്ലാം രഞ്ജോണൻ ലഡു ഒക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരതെല്ലാം കഴിച്ചു. പിന്നെ എഗ് പപ്സ് എന്തൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ പോയതൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. നാളെ അത്തമല്ലേ, അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു. ഒരു കുഞ്ഞാവേനെയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോഷൂട്ടിന്. ആൾ നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. ഞങ്ങളോട് അങ്ങനെ പരിചയക്കുറവൊന്നും കാണിച്ചില്ല. ഞാൻ എടുത്തപ്പോൾ തന്നെ ആളെൻ്റെ കയ്യിൽ പോയിരുന്നു. അപ്പോൾ ഫോട്ടോ എടുത്തു തന്നത് ശ്രാവണാണ്. കേരള കൗമുദിയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അവിടുന്ന് കുറച്ച് വീഡിയോസും എടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ബായ്.